എല്ലാവർക്കും നമസ്കാരം. ലൈഫ് ടോക്സ് ബൈ AJയുടെ ലെറ്റ്സ് ലേൺ ടു സ്പീക്ക് മറാഠി എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ബൈ എന്ന് അർത്ഥം വരുന്ന മറാഠി വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. നമുക്കറിയാം ഇംഗ്ലീഷിൽ ബൈ എന്ന ഈ കുട്ടി വാക്കിന് പല അർത്ഥങ്ങളുമുണ്ട്. ഇപ്പോൾ നമ്മൾ ഐ വിൽ കം ബൈ 8 o'clock എന്ന് പറഞ്ഞാൽ 8 മണിയോട് കൂടെ വരാം എന്ന് പറയും. പിന്നെ ബൈ എന്ന് പറയുന്നതിന് ദ ബുക്ക് വാസ് റിട്ടൺ ബൈ രാം എന്ന് പറഞ്ഞാൽ രാം ഈ ബുക്ക് എഴുതിയിരുന്നു എന്ന് പറയും. അപ്പോൾ അങ്ങനെ ബൈ എന്ന വാക്കിന് പല അർത്ഥങ്ങളിലുമാണ് ഇംഗ്ലീഷിൽ നമ്മളത് യൂസ് ചെയ്യുന്നത്. മറാഠിയിൽ ഈ ഓരോ അർത്ഥങ്ങൾക്കും ഓരോ വാക്കുകളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ബൈ എന്നത് സമയത്തിനെ സൂചിപ്പിക്കാൻ എങ്ങനെ യൂസ് ചെയ്യണു എന്ന് നോക്കാം. മറാഠിയിൽ എന്ത് വാക്കാണ് ഉപയോഗിക്കുക എന്ന് നോക്കാം. അപ്പോൾ ഫാമേഴ്സ് റിട്ടേൺ ഹോം ബൈ ഈവനിങ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം കൃഷിക്കാർ വൈകുന്നേരത്തോടു കൂടെ വീട്ടിലേക്ക് തിരിച്ചെത്തും എന്നാണല്ലോ അതിൻ്റെ അർത്ഥം. ഇത് മറാഠിയിൽ എങ്ങനെ പറയാം? ഇവിടെ ബൈ എന്നത് സമയത്തിനെയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? വൈകുന്നേരത്തോടു കൂടെ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സെൻറ്റൻസ് മറാഠിയിൽ शेतकरी संध्याकाळ पर्यंत घरी परत येतात എന്ന് വേണം ഇത് പറയാൻ. ഇവിടെ ബൈ എന്ന വാക്കിന് വേണ്ടി മറാഠിയിൽ ഉപയോഗിക്കുന്നത് പര്യന്ത് എന്ന വാക്കാണ്. പര്യന്ത് എന്ന് പറഞ്ഞാൽ അതിനോട് കൂടെ, അതുവരെ എന്നൊക്കെയാണ് അർത്ഥം, സമയത്തിനെ സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫാമേഴ്സ് എന്നതിന് കൃഷിക്കാർ എന്നതിന് മറാഠിയിൽ ഷേത്കരി എന്നാണ് പറയാം. ഷേത്ത് എന്ന് പറഞ്ഞാൽ ഫാം എന്നാണ് അർത്ഥം. ഷേത്കരി ഫാമേഴ്സ്. സന്ധ്യാകാൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചൊരു വാക്കാണ്. ഈവനിങ് വൈകിട്ട്, വൈകുന്നേരം എന്ന് സൂചിപ്പിക്കാൻ എന്ന് പറയാൻ സന്ധ്യാകാൾ എന്നാണ് പറയുക. ഓക്കെ, സന്ധ്യാകാളിനോട് കൂടെ പര്യന്ത് എന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ ഈ ബൈ ഈവനിങ് എന്നർത്ഥം വരും. ഞാൻ പറഞ്ഞു പര്യന്ത് എന്ന് പറഞ്ഞാൽ സമയത്തിനെ സൂചിപ്പിക്കുന്നതാണ്. ഈവനിങ്ങിനോട് കൂടെ അല്ലെങ്കിൽ വൈകുന്നേരത്തോടു കൂടെ എന്ന് പറയാൻ, വൈകുന്നേരത്തോടു കൂടി, വൈകുന്നേരം വരെ എന്നൊക്കെ മലയാളത്തിൽ പറയും. അതിന് ബൈ ഈവനിങ് എന്നതിന് വേണ്ടിയിട്ട് സന്ധ്യാകാൾ പര്യന്ത് അത് കൂട്ടി പറയണം. സന്ധ്യാകാൾ പര്യന്ത്. ഘരി വീട്ടിൽ. ഘർ നമുക്കറിയാം വീട്. ഘരി എന്ന് പറഞ്ഞാൽ വീട്ടിൽ എന്നാണ് അർത്ഥം. പരത് യേതാത്ത്. പരത്ത് ഏത്താത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ച് എത്തും. ഇവിടെ ഏണേ എന്നതൊരു ആക്ഷൻ വേർഡാണ്. ഏണേ എന്ന് പറഞ്ഞാൽ വരിക, എത്തുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ പരത്ത് എന്ന് പറഞ്ഞാൽ തിരിച്ച്, റിട്ടേൺ എന്നാണ് അർത്ഥം. അപ്പോൾ വിൽ റിട്ടേൺ എന്ന് പറയാൻ പരത്ത് ഏത്താത്ത്. शेतकरी संध्याकाळ पर्यंत घरी परत येतात. കൃഷിക്കാർ വൈകുന്നേരത്തോടു കൂടി വീട്ടിൽ തിരിച്ചെത്തും. ഓക്കെ, ഇനി ബൈ എന്ന വാക്ക് പൊസിഷൻ കാണിക്കാനും ഉപയോഗിക്കാറുണ്ട് അല്ലേ? ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കൂ. ദേ വർ സ്റ്റാൻഡിങ് ബൈ ദ ഡോർ. എവിടെയാണ് അവർ നിൽക്കുന്നത്? ഡോറിൻ്റെ അടുത്ത്. അപ്പോൾ പൊസിഷൻ കാണിക്കാൻ വേണ്ടി അടുത്ത് എന്നർത്ഥം വരാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ബൈ എന്ന വാക്ക്. അവർ ഡോറിൻ്റെ വാതിലിൻ്റെ, അവർ കതകിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു അല്ലേ? ഇതിനെ മറാഠിയിൽ എങ്ങനെ പറയാം? തേ ദാരാസവൾ ഉഭേ ഹോത്തെ. അപ്പോൾ ഇവിടെ അടുത്ത് എന്നർത്ഥം വരുന്ന ബൈ എന്ന ഇംഗ്ലീഷ് വേർഡിൻ്റെ മറാഠി വാക്കാണ് ജവൾ. മറാഠിയിൽ എഴുതുമ്പോൾ ജവൾ എന്നാണ് എഴുതുക, പക്ഷേ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ജവൾ എന്നാണ് അർത്ഥം. ജവൾ എന്ന് പറഞ്ഞാൽ അടുത്ത് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ തേ എന്ന് പറഞ്ഞാൽ അവർ. ഇത് നമുക്കറിയാം, പ്രൊനൗൺസിൻ്റെ ക്ലാസ്സിൽ പഠിച്ചതാണ്. തേ എന്ന് പറഞ്ഞാൽ അവർ. ദാർ എന്ന് പറഞ്ഞാൽ കതക്, വാതിൽ എന്നാണ് അർത്ഥം. അപ്പോൾ വാതിലിൻ്റെ അടുത്ത് എന്ന് പറയാൻ ദാരാസവൾ എന്ന് വേണം. അപ്പോൾ ആ നടുക്കുള്ള എ ഉണ്ടല്ലോ, ആ എന്നുള്ള പ്രൊനൗൺസിയേഷൻ വരുന്നത് അത് ദാറിനെയും സവൾ എന്ന വാക്കിനെയും കൂട്ടി പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അതിന് ദാർ എന്ന് പറഞ്ഞാൽ വാതിൽ, കതക്. സവൾ എന്ന് പറഞ്ഞാൽ അടുത്ത്. കതകിൻ്റെ അടുത്ത് എന്ന് പറയാൻ ദാരാസവൾ.
ഇനി സ്റ്റാൻഡിങ് നിൽക്കുകയായിരുന്നു എന്ന് പറയാൻ ഉഭേ ഹോത്തെ. ഹോത്തെ എന്ന വാക്ക് ആയിരുന്നു എന്നതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഹോത്തെ. അപ്പോൾ നിൽക്കുക എന്നതിന് ഉഭേരാഹിണേ, ഉഭേ എന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ് അർത്ഥം. ഉഭേ ഹോത്തെ എന്ന് പറഞ്ഞാൽ നിൽക്കുക ആയിരുന്നു, നിൽക്കുകയായിരുന്നു. തേ ദാരാസവൾ ഉഭേ ഹോത്തെ, അവർ കതകിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു. ഓക്കെ. ഇനി ബൈ എന്ന വാക്ക് വാഹനത്തിൽ എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടും ബൈ എന്ന വാക്ക് മറാഠിയിൽ ഉപയോഗിക്കും. അതിന് നേ എന്നൊരു ചെറിയൊരു പാർട്ടിക്കിളാണ് യൂസ് ചെയ്യുക. നേ എന്ന വാക്കാണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഹി കെയിം ബൈ എയ്റോപ്ലെയിൻ, അവൻ വിമാനത്തിൽ വന്നു എന്നാണ് മലയാളത്തിൽ. അപ്പോൾ വിമാനത്തിൽ, വിമാനം എയ്റോപ്ലെയിൻ, വിമാനത്തിൽ എന്ന് പറയാനാണ് അവിടെ ബൈ എയ്റോപ്ലെയിൻ എന്ന് യൂസ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി മറാഠിയിൽ നേ എന്ന ഒരു കുഞ്ഞു വേർഡ്, ഒരു പാർട്ടിക്കിളാണ് യൂസ് ആവുക. അതെങ്ങനെ വരും നോക്കാം. തോ വിമാനാനെ ആല. തോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവൻ എന്നാണ് അർത്ഥം. വിമാൻ എന്ന് പറഞ്ഞാൽ എയ്റോപ്ലെയിൻ, മലയാളത്തിലും വിമാനം എന്നാണ് പറയുക, മറാഠിയിൽ വിമാൻ എന്നാണ് പറയുക. വിമാനാനെ, വിമാനത്തിൽ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു നേ എന്ന ഒരു ചെറിയൊരു പാർട്ടിക്കിളാണ് അവിടെ യൂസ് ചെയ്യുക ബൈ എന്ന അർത്ഥം വരാൻ വേണ്ടിയിട്ട്. വിമാനാനെ എന്ന് പറഞ്ഞാൽ ബൈ എയ്റോപ്ലെയിൻ. ആല വന്നു, കേം എന്നാണ് അർത്ഥം. ആല എന്ന് പറഞ്ഞാൽ വന്നു. തോ വിമാനാനെ ആല, അവൻ വിമാനത്തിൽ വന്നു. ഹി കേം ബൈ എയ്റോപ്ലെയിൻ. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അറ്റ് എന്ന വാക്കിൻ്റെ യൂസേജാണ് പഠിച്ചത്. ഇംഗ്ലീഷിൽ അറ്റ് എന്ന് യൂസ് ചെയ്യുന്ന ആ ചെറിയ വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. മറാഠിയിൽ ആ അർത്ഥങ്ങളെല്ലാം സൂചിപ്പിക്കാൻ വേറെ വേറെ വാക്കുകളാണ് ഉപയോഗിക്കുക. ഇവിടെ നമ്മൾ ബൈ പഠിച്ച പോലെ തന്നെ. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കാണൂ, ഞാനിവിടെ ടാഗ് ചെയ്യാം കേട്ടോ ആ വീഡിയോ. ഓക്കെ. അപ്പോൾ ഈ അറ്റ്, ബൈ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ പ്രിപ്പോസിഷൻസ് ആണ്. ഗ്രാമറിൽ സിമ്പിൾ പ്രിപ്പോസിഷൻസ് എന്നാണ് പറയുക. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസ് ഇനിയും അടുത്ത ക്ലാസ്സുകളിൽ ഞാൻ കൊണ്ടുവരാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നറിഞ്ഞതിൽ വളരെയധികം സന്തോഷം. അൺടിൽ വി സീ നെക്സ്റ്റ് ടൈം, ഹാപ്പി ലിവിങ് ഗൈസ്.